അങ്ങനെ അടുത്തൊരു IPL എത്തിയിരിക്കുകയാണ്. നാളെ കഴിഞ്ഞാൽ IPL ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഇതാ പ്രാക്ടീസ് മാച്ച് രാജസ്ഥാൻ റോയൽസ് കളിച്ചിരിക്കുകയാണ്. വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് സഞ്ജു, ധ്രുവ് ജുറൽ തുടങ്ങിയ താരങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ രാജസ്ഥാന്റെ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത്തവണ രാജസ്ഥാൻ രണ്ടും കൽപ്പിച്ചാണ്. സഞ്ജു തന്നെയാണ് രാജസ്ഥാന്റെ ക്യാപ്റ്റൻ. കഴിഞ്ഞ IPLൽ മികച്ച കളി കാഴ്ചവെച്ചെങ്കിലും സഞ്ജുവിന് കപ്പ് നേടാൻ സാധിച്ചില്ല. ഇപ്രാവശ്യം രാജസ്ഥാൻ ടീമിൽ മികച്ച കളിക്കാർ ഒരുപാടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് രാജസ്ഥാൻ പ്രാക്ടീസ് മാച്ച് കളിച്ചത്. ഇൻട്രാസ്കോട്ട് പരിശീലന മത്സരത്തിൽ തിളങ്ങിയത് ധ്രുവ് ജുറലായിരുന്നു. ജുറൽ മികച്ച ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. 23 ബോളിൽ നിന്ന് 62 റൺസാണ് ജുറൽ അടിച്ചുകൂടിയത്. ജുറൽ മാത്രമല്ല, ജയ്സ്വാൾ 31 ബോളിൽ 58 റൺസ് അടിച്ചുകൂട്ടി. റിയാൻ പരാഗ് 28 ബോളിൽ നിന്ന് 55 റൺസ് അടിച്ചു. രാജസ്ഥാൻ ടീമിൽ കളിച്ചവരെല്ലാം തന്നെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. ഇവരിൽ നിന്ന് ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചത് ക്യാപ്റ്റനായ സഞ്ജു തന്നെയാണ്. സഞ്ജു സെഞ്ചുറി പ്രകടനം കാഴ്ചവെച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വിമർശകർക്ക് സഞ്ജു ബാറ്റ് കൊണ്ടാണ് മറുപടി കൊടുത്തത്. പ്രാക്ടീസ് മത്സരത്തിൽ സഞ്ജു ഇങ്ങനെ കളിച്ചെങ്കിൽ ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ കത്തിക്കയറുമെന്നത് ഉറപ്പാണ്. പ്രത്യേകിച്ച് സഞ്ജു സാംസൺ. ഇപ്രാവശ്യം IPLൽ മികച്ച കളി കാഴ്ചവെച്ചാലേ T20 വേൾഡ് കപ്പിൽ സഞ്ജുവിന് സ്ഥാനം കിട്ടൂ. അത് സഞ്ജുവിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് സഞ്ജു രണ്ടും കൽപ്പിച്ചാണ്. രാജസ്ഥാൻ ടീമിൽ ഒരുപാട് നല്ല കളിക്കാരുണ്ട്. ഇപ്രാവശ്യം കപ്പ് നേടാൻ സാധ്യതയുള്ള ടീമുകളിൽ രാജസ്ഥാനും മുൻപന്തിയിലുണ്ട്. ധ്രുവ് ജുറൽ ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ജുറലുള്ളത് രാജസ്ഥാന് കരുത്ത് പകരും. റിയാൻ പരാഗ് കഴിഞ്ഞ വർഷത്തെ പോലെ ഫ്ലോപ്പല്ല. ഇപ്രാവശ്യം ആഭ്യന്തര മത്സരങ്ങളിലും റിയാൻ പരാഗ് അടിച്ചു കളിക്കുന്നുണ്ട്. പ്രാക്ടീസ് മാച്ചിലും പരാഗിന്റെ വെടിക്കെട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത്. ക്യാപ്റ്റൻ സഞ്ജു അടക്കം എല്ലാവരും ഫോമിലാണ്. അപ്പോൾ നമുക്ക് IPLന്റെ ആദ്യ മാച്ചിന് വേണ്ടി കാത്തിരിക്കാം. ഇപ്രാവശ്യം ഏത് ടീമായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.